വായിച്ച കാര്യങ്ങൾ അതല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ പലപ്പോഴും ഓർത്ത് വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എല്ലാവരും ഹൈലി ഇൻ്റലിജൻ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലുള്ള കണ്ടീഷനിൽ വായിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളും ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ്? ഈ ഇൻഫോർമേഷൻസിൻ്റെ എല്ലാം തന്നെ ഒരു പ്രോപ്പർ ഇമേജ് നമ്മുടെ മൈൻഡിലുള്ള സമയത്ത്. ഇന്ന് അതുപോലുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുക. മൈൻഡ് മാപ്പിംഗ് എന്നുള്ളത് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട് ഓർഗനൈസ് ചെയ്ത് മൈൻഡിൽ കീപ്പ് ചെയ്യാനായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ടൂളാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം തന്നെ സ്ട്രക്ചർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ പ്രത്യേകത. മൈൻഡ് മാപ്പിംഗ് എന്താണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. മൈൻഡ് മാപ്പിങ്ങിൻ്റെ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു സെൻട്രൽ ടോപ്പിക് ഉണ്ടായിരിക്കും. പിന്നീട് ആ ഒരു സെൻട്രൽ ടോപ്പിക്കിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് റിലേറ്റഡ് സബ് ടോപ്പിക്സും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സബ് ടോപ്പിക്സും ഓർമ്മയിൽ നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. ഈ ഒരു ടോപ്പിക്കിന്മേൽ പോലും വളരെ വലിയൊരു എസ്സേ നമ്മൾ വായിക്കുകയോ അതല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്കും അതൊന്നും ഓർമ്മ നിൽക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ടോപ്പിക്കിനെ മെയിൻ ബ്രാഞ്ചസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 5 ബ്രാഞ്ചസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കിനെ കൺവേർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിയോ. ഒന്നാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി, രണ്ടാമത്തേത് ന്യൂട്രീഷൻ, മൂന്നാമത്തേത് മെൻ്റൽ വെൽബീയിങ്, നാലാമത്തേത് സ്ലീപ്പ് ഹൈജീൻ, അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ളത് സോഷ്യൽ കണക്ഷൻസ്. ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു സെൻട്രൽ ടോപ്പിക് ഉണ്ടായിരിക്കും. ഇവിടുത്തെ സെൻട്രൽ ടോപ്പിക്കാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ സെൻട്രൽ ടോപ്പിക്കിന് മെയിൻ ബ്രാഞ്ചസും ഉണ്ടായിരിക്കും. ആ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ 5 മെയിൻ ബ്രാഞ്ചസാണ് ഇവയെല്ലാം. ഈ 5 പോയിൻറ്റ്സും ഓർമ്മയിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് കണക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. ഇവിടെ ടോപ്പിക്ക് കൂടുതൽ എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഒരു 5 പോയിൻറ്റ്സ് ഓർമ്മയിൽ നിർത്താനായിട്ട് അങ്ങനെ അധികം ആർക്കും ബുദ്ധിമുട്ടൊന്നും വരാനായിട്ട് സാധ്യതയില്ല. ഇനി അതല്ല ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്നാൽ ഈ ടോപ്പിക്സ് എല്ലാം ഉണ്ടല്ലോ, ഈ 5 ടോപ്പിക്സ് ഇവയെ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, കണക്ട് ഫിസിക്കൽ ആക്ടിവിറ്റി വിത്ത് ന്യൂട്രീഷൻ. ആ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയും ന്യൂട്രീഷനും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവ രണ്ടും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് മാത്രം. അതുപോലെ തന്നെ കണക്ട് മെൻ്റൽ വെൽബീയിങ് വിത്ത് സോഷ്യൽ കണക്ഷൻസ്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും മെൻ്റൽ വെൽബീയിങ്ങും സോഷ്യൽ കണക്ഷൻസും തമ്മിൽ നല്ല കണക്ഷനുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ന്യൂട്രീഷനും തമ്മിൽ ഒരു പേരായിട്ട് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെൻ്റൽ വെൽബീയിങ്ങും സോഷ്യൽ കണക്ഷനും മറ്റൊരു പേര്. ഇത് ഒരു മാർഗ്ഗമാണ് ഈ 5 മെയിൻ ബ്രാഞ്ചസിനെ ഓർത്ത് വയ്ക്കാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് കീവേഡ്സ് ആൻഡ് ഇമേജസ്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ആ 5 ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ആ ബ്രാഞ്ചസിനെ ഒന്നുകൂടി ഓർത്ത് വയ്ക്കാനായിട്ട് കീവേഡ്സും അതുപോലെ തന്നെ ചില ഇമേജസും നമ്മുടെ ബ്രെയിനിൽ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, കീവേഡ്സായിട്ട് ആദ്യത്തെ 2 നമുക്ക് യൂസ് ചെയ്യാം. 30 മിനിറ്റ്സ് ഓഫ് ഡെയിലി എക്സസൈസ്. ഫിസിക്കൽ ആക്ടിവിറ്റിയെ കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കീവേഡാണിത്. അതുപോലെ തന്നെ രണ്ടാമത്തേതായിട്ടുള്ള ന്യൂട്രീഷൻ, അതിന് നമുക്ക് കീവേഡ് യൂസ് ചെയ്യാം 5 സെർവിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ന്യൂട്രീഷൻ എന്നുള്ള ആ ഒരു വേർഡിനാണ്. ഇതാണ് കീവേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമേജസ്. ഫിസിക്കൽ ആക്ടിവിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ ജോഗ് ചെയ്ത് പോകുന്ന ഇമേജ് ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നീട് നമ്മൾ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള വേർഡ് ഒരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂള്, ഇമേജസ്. കാരണം എന്താണെന്നാൽ മൈൻഡിന് ഒരിക്കലും വേർഡ്സിൽ ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. എല്ലായ്പ്പോഴും ഇമേജസിൽ മാത്രമേ ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതെല്ലായ്പ്പോഴും ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ന്യൂട്രീഷൻ എന്നുള്ള വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റ് ഫുള്ള് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫുഡ്, അതിൻ്റെ ഒരു ഇമേജ് മൈൻഡിൽ മാപ്പ് ചെയ്യുക. ഇത്രയും ആയി കഴിഞ്ഞാൽ ആ ഒരു 2 വേർഡ്സ് ഉണ്ടല്ലോ, ഫിസിക്കൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ന്യൂട്രീഷനും, ഈ 2 വേർഡ്സും പിന്നീട് നമ്മൾ മറക്കാനേ പോകുന്നില്ല. കീവേഡ്സ് എന്നുള്ള പാർട്ട് നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇമേജിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഏതൊരു കൺസെപ്റ്റ് ആയാലും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളൂ. ആവശ്യമില്ലെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഉചിതമായിട്ടുള്ള കാര്യം.
ഇവിടെ നമ്മൾ വിഷ്വലി കാണിച്ചുകൊണ്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആദ്യത്തെ 2 വേർഡ്സിന് വേണ്ടി മാത്രമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ന്യൂട്രീഷനും. ഇനി 3 വേർഡ്സ് കൂടി ഉണ്ട്: മെൻ്റൽ വെൽബീയിങ്, സ്ലീപ്പ് ഹൈജീൻ ആൻഡ് സോഷ്യൽ കണക്ഷൻസ്. ഇത് 3ൻ്റെയും ഇമേജസ് സ്വയം മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനേക്കാൾ പവർഫുള്ളായിട്ട് വേറെ ഒന്നും തന്നെയില്ല. ഈ 5 മെയിൻ ബ്രാഞ്ചസിൻ്റെയും നെയിംസ് മൈൻഡിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ 5 വേർഡ്സ് ഉണ്ടല്ലോ, 5 മെയിൻ ബ്രാഞ്ചസ്. ഈ 5 മെയിൻ ബ്രാഞ്ചസിനും നമ്മൾ 3 സബ് ബ്രാഞ്ചസ് വീതം കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാൽ, ഈ ഓരോ വേർഡ്സിനും 3 സബ് ബ്രാഞ്ചസ് വീതം കൊടുക്കാനായിട്ട് പോവുകയല്ലേ, ഈ 3 വേർഡ്സും ഓർമ്മയിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് സെക്ഷൻ 5 സബ് ബ്രാഞ്ചസ്. ഒന്നാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി. ഈ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് നമ്മൾ 3 സബ് ബ്രാഞ്ചസ് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തേത് എക്സസൈസ് ടൈപ്സ്, രണ്ടാമത്തേത് ഡെയിലി മൂവ്മെൻറ്റ്, മൂന്നാമത്തേത് സ്പോർട്സ് ആൻഡ് റീക്രിയേഷൻ. ഈ 3 വേർഡ്സിനെ പെട്ടെന്ന് വേർഡ്സിൽ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറന്നു പോകും. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്നാൽ, ഈ 3 വേർഡ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് കൺസിഡർ ചെയ്യുക. ആ ഒരു ഇമേജാണ് നമ്മൾ മൈൻഡിൽ പ്ലാൻ ചെയ്യേണ്ടത്. ഏത് ഇമേജ് ചൂസ് ചെയ്യണം എന്നുള്ളത് അത് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ഇമേജ് ഐഡിയാസ് ഒന്നും തരുന്നില്ല. അത് സ്വന്തം രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് മൈൻഡിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്: ന്യൂട്രീഷൻ. ഇവിടെയും നമുക്ക് 3 സബ് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തേത് ബാലൻസ് ഡയറ്റ്, രണ്ടാമത്തേത് ഹൈഡ്രേഷൻ, മൂന്നാമത്തേത് പോർഷൻ കൺട്രോൾ. നേരത്തേതുപോലെ തന്നെ ഇവിടെയും ഈ 3 വേർഡ്സിനും സ്യൂട്ടബിളായിട്ടുള്ള ഇമേജസ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക. അത് അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തേതിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ ടോപ്പിക്കാണ് മെൻ്റൽ വെൽബീയിങ്. ഇവിടെയും നമുക്ക് 3 സബ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഒന്നാമത്തേത് സ്ട്രെസ് മാനേജ്മെൻറ്റ്, രണ്ടാമത്തേത് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ, മൂന്നാമത്തേത് ഇമോഷണൽ ഹെൽത്ത്. 3 വേർഡ്സിനും സ്യൂട്ടബിളായിട്ടുള്ള ഇമേജ് കണ്ടെത്തുക. സ്യൂട്ടബിളായിട്ടുള്ള ഇമേജ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നാലാമത്തെ ടോപ്പിക്കാണ് സ്ലീപ്പ് ഹൈജീൻ. ഇവിടെയും നമുക്ക് 3 സബ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഒന്നാമത്തേത് കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ, രണ്ടാമത്തേത് സ്ലീപ്പ് എൻവയോൺമെൻറ്റ്, മൂന്നാമത്തേത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. ഇത് 3ഉം സ്ലീപ്പായിട്ട് വളരെയധികം യോജിച്ച് നിൽക്കുന്ന 3 പോയിൻറ്റ്സ് തന്നെയാണ്. എങ്കിൽ പോലും പരമാവധി ഈ 3 വേർഡ്സിനെയും ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് കഴിഞ്ഞ് നമുക്ക് റീകോൾ ചെയ്യേണ്ടതാണ് ഇവയെല്ലാം. ഇനി അവസാനത്തെ ബ്രാഞ്ച്. ഇതിനും 3 സബ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഏത് അവസാനത്തെ ബ്രാഞ്ചും? സോഷ്യൽ കണക്ഷൻസ്. ഇവിടെ 3 സബ് ടോപ്പിക്സാണ്. ഒന്നാമത്തേത് ഫാമിലി റിലേഷൻഷിപ്സ്, രണ്ടാമത്തേത് ഫ്രണ്ട്ഷിപ്സ്, മൂന്നാമത്തേത് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്. ഇത് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു സെൻട്രൽ ടോപ്പിക് ഉണ്ടായിരുന്നു. ആ ഒരു സെൻട്രൽ ടോപ്പിക്കിന് 5 മെയിൻ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. ആ 5 മെയിൻ ബ്രാഞ്ചസിൻ്റെ സബ് ബ്രാഞ്ചസാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്നാൽ, ഈ 15 വേർഡ്സ് ഉണ്ടല്ലോ, ഈ 5 ബ്രാഞ്ചസിൻ്റെ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന 15 വേർഡ്സ്, ഈ 15 വേർഡ്സും ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ 15 വേർഡ്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 15 വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ വലിയൊരു എസ്സേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓഫ് കോഴ്സ് നമുക്ക് ഈ സബ് ബ്രാഞ്ചസിനെ ഇനിയും വലുതാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളിവിടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. ഈ 15 വേർഡ്സ് ഇപ്പോൾ കാണുന്നില്ലേ സ്ക്രീനിൽ, ഇവയെ നന്നായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് റീകോൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എത്ര വേർഡ്സ് പ്രോപ്പറായിട്ട് റീകോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അതിന് മുൻപായിട്ട് നമുക്ക് ഈ മൈൻഡ് മാപ്പിംഗ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് മൈൻഡ് മാപ്പിങ്ങിൻ്റെ 5 പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഹോളിസ്റ്റിക് ഓവർവ്യൂ. അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ആദ്യത്തെ ഒരു സെൻട്രൽ ടോപ്പിക് ഉണ്ടായിരുന്നു. അതിന് പിന്നീട് ബ്രാഞ്ചസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ബ്രാഞ്ചസ് എല്ലാം തന്നെ തമ്മിൽ കണക്റ്റഡ് ആണ്. ഇവയെല്ലാം തന്നെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ നേരത്തെ കണ്ടു ഫിസിക്കൽ ആക്ടിവിറ്റിയും ന്യൂട്രീഷനും തമ്മിലുള്ള കണക്ഷൻ. ന്യൂട്രീഷൻ കൊണ്ട് ആക്ച്വലി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ മൂലം നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിന് ബെനിഫിറ്റാണ് ലഭിക്കുന്നത്. ഇത് മൈൻഡ് മാപ്പിങ്ങിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ്. ഇതിൻ്റെ സെൻട്രൽ ടോപ്പിക്കും ബ്രാഞ്ചസും സബ് ബ്രാഞ്ചസും എല്ലാം തന്നെ ഇൻ്റർ കണക്റ്റഡ് ആണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആവണം. പക്ഷേ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മ നിർത്താനായിട്ട് കൂടുതൽ എളുപ്പമാണ്. രണ്ടാമത്തേത് ഗോൾ സെറ്റിംഗ്.
ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കുലർ കേസിൽ ഇത് നമ്മളൊരു പ്രാക്ടിക്കലി സീരിയസ്ലി എടുക്കാമെന്ന് വിചാരിക്കുക. ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എങ്കിലും ഇവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള ആ ഒരു ബ്രാഞ്ചിന് താഴെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ കൺസിഡർ ചെയ്യാണ്. അതായത് എല്ലാ ദിവസവും 30 മിനിറ്റത്തെ ബ്രിസ്ക് വാക്കിംഗ് നടത്തുക എന്നുള്ളത്. ഈ ഒരു കേസിൽ ആ ഒരു ഗോൾ നമുക്ക് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് കൂടുതൽ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്നാൽ അതിന് ചുറ്റും കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. സോ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ മൈൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പിംഗ് വഴി ഈ ഒരു ഗോൾ സെറ്റിംഗ് നടത്താമെന്നുള്ളത് തീർത്തും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വിഷ്വൽ അപ്പീൽ. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെയും സംസാരിച്ചതാണ്. അതായത് മൈൻഡിന് വേർഡ്സിൻ്റെ രൂപത്തിൽ ചിന്തിക്കാനായിട്ട് സാധിക്കില്ല, ഇമേജസിൻ്റെ രൂപത്തിൽ മാത്രമേ ചിന്തിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളത്. ഇവിടെ മെമ്മറി റിട്ടൻഷൻ്റെ കാര്യത്തിൽ ഇത് വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് നടത്തുന്നത്. വിഷ്വൽ എലമെൻസിന് നമ്മൾ എത്രത്തോളം എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രയും ഒരിക്കലും ഇൻഫോർമേഷൻസിന് സാധിക്കില്ല. ഈ ഒരു വിഷ്വൽ അപ്പീൽ നമ്മളിവിടെ മൈൻഡ് മാപ്പിംഗ് എന്നുള്ള പ്രോസസ്സിൽ നടത്തുന്നുണ്ട്. നമ്പർ 4, ഇൻ്റർ കണക്റ്റഡ് കോൺസെപ്റ്റ്സ്. ഇവിടെ ഒരാൾക്ക് മെൻ്റൽ വെൽബീയിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അയാൾക്ക് സോഷ്യൽ കണക്ഷൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു ഗോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ മെൻ്റൽ വെൽബീയിങ് എന്നുള്ള ഗോളും അവിടെ ഫുൾഫിൽ ചെയ്യുന്നതാണ്. അതായത് ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി മറ്റൊരു ഗോൾ കൂടി അവിടെ അയാൾ അക്കംപ്ലിഷ് ചെയ്യുന്നത് പോലെ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർ കണക്ഷനാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അഞ്ചാമത്തെ ബെനിഫിറ്റ് അഡാപ്റ്റബിലിറ്റി. ഇവിടെ നമ്മൾ ഒരുപാട് ബ്രാഞ്ചസും അതുപോലെ തന്നെ സബ് ബ്രാഞ്ചസും കണ്ടു. ഇവിടെ നമ്മൾ ഈ കാണുന്ന സബ് ബ്രാഞ്ചസിനെല്ലാം തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്വിമ്മിങ് കൂടി ഈ സബ് ബ്രാഞ്ചസിനകത്ത്, അതായത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്കകത്ത് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും, യാതൊരുവിധ പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഏതൊരു ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് റിമൂവ് ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ ആഡ് ചെയ്യാനും സാധിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ട്രീ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിഷ്വലി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻ്റർ കണക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മൈൻഡിൽ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവയെല്ലാം തന്നെ ഓർത്ത് വയ്ക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ കാര്യം നമുക്കൊന്ന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ മുഴുവൻ വേർഡ്സും ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. നമുക്കൊരു സെൻട്രൽ ടോപ്പിക് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? മൈൻഡിൽ ഇപ്പോൾ ആ ഒരു വേർഡ് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ വേർഡാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇതിന് 5 മെയിൻ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. ആ 5 വേർഡ്സും ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി, രണ്ടാമത്തേത് ന്യൂട്രീഷൻ, മൂന്നാമത്തേത് മെൻ്റൽ വെൽബീയിങ്, നാലാമത്തേത് സ്ലീപ്പ് ഹൈജീൻ, അഞ്ചാമത്തേത് സോഷ്യൽ കണക്ഷൻസ്. ഇനി ഈ 5 വേർഡ്സിനും 3 സബ് ബ്രാഞ്ചസ് വീതം ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇവിടെ 3 സബ് ബ്രാഞ്ചസ് ആണ്: എക്സസൈസ് ടൈപ്സ്, ഡെയിലി മൂവ്മെൻറ്റ്, സ്പോർട്സ് ആൻഡ് റീക്രിയേഷൻ. രണ്ടാമത്തെ ബ്രാഞ്ചായ ന്യൂട്രീഷൻ. ഇതിൻ്റെ 3 ബ്രാഞ്ചസ് ആണ്: ബാലൻസ് ഡയറ്റ്, ഹൈഡ്രേഷൻ ആൻഡ് പോർഷൻ കൺട്രോൾ. മൂന്നാമത്തെ ബ്രാഞ്ച് മെൻ്റൽ വെൽബീയിങ്. ഇതിൻ്റെ 3 സബ് ബ്രാഞ്ചസ്: സ്ട്രെസ് മാനേജ്മെൻറ്റ്, മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഇനി സ്ലീപ്പ് ഹൈജീൻ. ഇതിൽ വരുന്ന 3 വേർഡ്സാണ്: കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ, സ്ലീപ്പ് എൻവയോൺമെൻറ്റ്, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. അവസാനത്തേത് സോഷ്യൽ കണക്ഷൻസ്, ഫാമിലി റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്സ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്. ഈ 15 വേർഡ്സും പ്രോപ്പറായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിച്ചോ? സോ ഇതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് വിളിക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനടുക്കെല്ലാം ഷെയർ ചെയ്യുക. ടേക്ക് കെയർ.